അല്ല, എനിക്ക് സിനിമയോടൊരു വലിയ ഒരു താല്പര്യം, അഭിനിവേശമുള്ള ഒരു ആളായിരുന്നു പഠിക്കുന്ന കാലത്ത്. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരിക്കുന്ന കാലത്താണ് ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ അടുപ്പമുണ്ടാകുന്നത്. അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായി വന്നപ്പോൾ സാഹിത്യം, കല, സിനിമ ഈ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വളരെയേറെ ചർച്ചകൾ, സിനിമയെക്കുറിച്ചുള്ള ആസ്വാദനം, സാഹിത്യ പഠന ക്യാമ്പുകൾ, ഇതൊക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ വളരെയധികം ബഹുമാനവും താല്പര്യവും ആദരവും ഒക്കെ തോന്നിയ ഒരു സിനിമാ പ്രവർത്തകനാണ് ശ്രീ കെ ജി ജോർജ്. അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ മലയാള സിനിമാ രംഗത്ത് എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് രണ്ട് പ്രധാന ആളുകളാണ്. ഒന്നൊരു സംവിധായകനും ഒന്നൊരു വലിയ നടനാണ്. സംവിധായകൻ ശ്രീ രാമു കാര്യാട്ടും നടൻ ശ്രീ പ്രേം നസീറുമാണ്. ഇവർ രണ്ടുപേരുമായിട്ട് വളരെ അടുത്ത വ്യക്തിബന്ധം ഉണ്ടാക്കാൻ എങ്ങനെയോ എനിക്ക് സാധിച്ചു. രാമുവേട്ടനായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത് ശ്രീമാൻ വി എം സുധീരനും ഞാനും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറി ആയിരിക്കും. സുധീരനുമായിട്ട് വളരെ അടുപ്പമാണ്. അവരൊരു നാട്ടുകാരാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ നെല്ല് എന്നുള്ള ആ സിനിമയിലെ സഹസംവിധായകൻ എന്ന നിലയ്ക്ക് ശ്രീ കെ ജി ജോർജ് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു സിനിമ പ്രവർത്തകനായി. പിന്നീടാണ് ഈ സ്വപ്നാടനം അന്നത്തെ ഞങ്ങളുടെ അന്നത്തെ ഒരു ക്യാമ്പസ് വളരെയധികം വിദ്യാർത്ഥികൾക്ക് വളരെ ആകർഷകമായി. അതിനെക്കുറിച്ച് ഞങ്ങൾ ചില ചർച്ചകൾ വെച്ചു. അങ്ങനെയാണ് ശ്രീ ജോർജുമായിട്ട് ബന്ധപ്പെടുന്നത്. അന്ന് മുതലുള്ള ബന്ധം ഞങ്ങളിപ്പോഴും തുടരുന്നു. വളരെ അദ്ദേഹത്തോട് ആദരവും ബഹുമാനവും. അദ്ദേഹത്തിൻ്റെ ചില സിനിമകളൊക്കെ വളരെ വിമർശന ബുദ്ധിയോടുകൂടി നോക്കാനും കാണാൻ ഞങ്ങൾ പലപ്പോഴും ട്രെയിൻ യാത്രകളിലൊക്കെ സിനിമയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പത്മരാജൻ, ഭരതൻ, കെ ജി ജോർജ്, ആ ഒരു ജനറേഷനിൽപ്പെട്ട നമ്മുടെ സിനിമ ട്രെൻഡ് സെറ്റേഴ്സ് ഉണ്ടല്ലോ, ഇവരോട് എനിക്ക് പ്രത്യേകമായ, പത്മരാജനുമായിട്ട് വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അതുപോലെ വളരെ നല്ല സ്നേഹബന്ധമുള്ള ആളാണ് ശ്രീ ജോർജ്.